ജീവിതം ഒരു മുന്നറിയിപ്പ്, എല്ലാവരും ടെസ്റ്റ് പേപ്പറാന്ന് നമ്മൾ പറയുമല്ലോ. പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന പോലെ ആയിരിക്കണം. കാലം നമ്മളെ കാത്തു നിൽക്കുകയില്ല. ഇത്ര സമയം മാത്രമാണ് നിയമിച്ചിരിക്കുന്നത്, അതിനുള്ളിൽ എഴുതി തീർക്കണം എന്നല്ലേ പറയുന്നത്. അവിടെയാണ് ഫസ്റ്റ് റാങ്ക് മേടിച്ച് ജയിച്ചവനായാലും തോറ്റതും അവിടെയാണ്. അവർക്ക് രണ്ടുപേർക്കും തുല്യ സമയം കൊടുത്തുള്ളൂ. അപ്പം നമ്മൾ തന്നെയാണ് വിജയം തോൽപ്പിക്കും കാരണക്കാരൻ. കാലം എല്ലാവർക്കും തുല്യമായ സമയങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മളെങ്ങനെ അതിനെ പ്രയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ചെയ്യേണ്ടതെല്ലാം വേണ്ട പോലെ ചെയ്യുകയും ബാക്കി ഈശ്വരനെ അർപ്പിക്കുകയും തന്നെ കൊണ്ട് പറ്റുന്ന പരിശ്രമിക്കുക, അവിടത്തേക്ക് വിട്ടുകൊടുക്കുക. അങ്ങനെയുള്ള ഒരാൾക്ക് ഏത് പരീക്ഷണഘട്ടത്തെയും തരണം ചെയ്യാൻ സാധിക്കും. അയാളൊന്നിലും ഭയപ്പെടേണ്ട അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉപദേശങ്ങളും ജീവിതവും അത് തന്നെ നമുക്ക് കാട്ടിത്തരുന്നു. കൃഷ്ണനെ ഗോപാലെന്ന് പറയാറുണ്ട്. ഉണ്ണിക്കണ്ണൻ ചെറുപ്പത്തിൽ കാളക്കുട്ടിയുടെ വാല് പിടിച്ചുകൊണ്ടാണ് നടക്കാൻ പഠിച്ചതെന്ന് പറയാറുണ്ടല്ലോ. ഗോ എന്ന സംസ്കൃതത്തിന് ഭൂമി എന്ന് അർത്ഥമുണ്ട്. മനുഷ്യൻ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കണം. പ്രകൃതിയുടെ യജമാനാകാൻ നമ്മൾ ശ്രമിക്കരുത്. അതാണ് സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത്. ഭൂമാതാവിനോടും പ്രകൃതിവിഭവങ്ങളോടും നമുക്ക് ആദരവും ബഹുമാനവും ഉണ്ടായിരിക്കണം. നമ്മൾ പ്രകൃതിയുമായി തളലയത്ത് ജീവിക്കുമ്പോൾ അത് മനുഷ്യരാശിക്ക് ആകമാനം പ്രയോജനം ചെയ്യും. ഈ പാഠം നമ്മൾ വിസ്മരിച്ചാൽ നമുക്ക് ഭയങ്കരമായ തിരിച്ചടി നേരിടേണ്ടി വരും. അതാണ് ഇപ്പം നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. സദാ കർമ്മനിരതമായ ഒരു ജീവിതവും കർമ്മത്തിനേറെ പ്രാധാന്യമുള്ള ആധ്യാത്മദർശനവും ശ്രീകൃഷ്ണ ഭഗവാൻ ലോകത്തിന് കാഴ്ചവെച്ചു. താൻ ഉപദേശിച്ചതെല്ലാം സ്വജീവിതത്തിലൂടെ അദ്ദേഹം ജീവിച്ച് കാണിച്ചു തന്നു. കുരുക്ഷേത്ര ഭൂമിയിൽ ഭഗവാൻ അർജുന ഉപദേശിച്ച ഗദാശാസ്ത്രം സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ്. ഈശ്വരമഹിമയെ പ്രകാശിപ്പിക്കുന്ന അനേകം ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. എന്നാലൊരു അവതാര പുരുഷൻ പരമാത്മാവായി ഇരിക്കവേ തന്നെ സ്വന്തം അനുഭവത്തിൻ്റെ രൂപത്തിൽ ഈശ്വരമഹിമയെ വ്യക്തമാക്കുന്നു. ഭഗവത്ഗീതയുടെ 9-ാം അധ്യായത്തിൽ ഭഗവാൻ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പ് നൽകുന്നു. ആരുടെ മനസ്സാണ് എപ്പോഴും തന്നിൽ ലയിച്ചിരിക്കുന്നത്, അവരുടെ യോഗവും ക്ഷേമവും ഞാൻ സംരക്ഷിക്കും. ഒരു സ്വാമി ഈ പ്രഭാഷണത്തിനിടയിൽ ഈ ശ്ലോകം വ്യാഖ്യാനിക്കുന്നത് ഒരു ഭക്തൻ കേട്ട്, ഈ ഭക്തൻ ഈ സ്വാമിയുടെ പ്രഭാഷണം കേട്ടതിന് ശേഷം സ്വാമിയുടെ പുറകെ ഈ ഭക്തനും പുറകെ പോയി ആശ്രമത്തിലോട്ട്. സ്വാമിയോട് ഈ ഭക്തൻ ചോദിച്ചു, എനിക്കില്ലാത്ത ഭഗവാൻ നൽകുമെന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു. സ്വാമി ഭക്തനോട് പറയാണ്, തീർച്ചയായും ഭഗവാൻ അത് നൽകും. പക്ഷെ എന്താണ്, എന്നാൽ നിങ്ങളുടെ മനസ്സ് ആ പരമാത്മത്തിൽ ഏകാഗ്രമായിരിക്കുകയും ഭഗവാൻ ലയിക്കുകയും ചെയ്യണം. ഭക്തനെന്ന് പറയുന്ന ആൾ സ്വാമിയോട് ഞാൻ എത്ര നേരത്തേക്കാണ് ഭഗവാൻ ഏകാഗ്രമായിരിക്കേണ്ടത്? സ്വാമി പറഞ്ഞു, 5 മിനിറ്റ് ഭഗവാനിൽ മറ്റൊന്നിലേക്കും പോകാതെ ഏകാഗ്രമാക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങളത് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞു. അപ്പം ഈ ഭക്തനെന്ന് പറഞ്ഞു എന്ന ആൾ പറഞ്ഞു, എനിക്കൊരു ഒരു കൂടിയ കാറ് വേണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് 5 മിനിറ്റ് നേരത്തേക്ക് മനസ്സിനെ ഈശ്വരനിൽ ഏകാഗ്രമാക്കി പ്രാർത്ഥിക്കട്ടെ. സമ്പ്രദം വളരെ നല്ല കാര്യം. ഭക്തൻ പത്മാസനത്തിരുന്ന് കണ്ണുകൾ അടച്ച് ഏകാഗ്രമാക്കി പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഈ ഭക്തൻ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നിട്ട് സ്വാമിയോട് ചോദിക്കുകയാണ്, സ്വാമി എനിക്ക് കാറിൻ്റെ മോഡലും നിറവും തിരഞ്ഞെടുക്കാൻ സാധിക്കുമോ എന്ന് ഈ ഭക്തനായി ചെന്നാൾ ചോദിക്കുകയാണ് സ്വാമി അടുത്ത്. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ മനസ്സ് പ്രവർത്തിക്കുന്നത്. കാറും വീടും ഇതൊക്കെ തന്നെ ചിന്തിച്ചിരിക്കുന്ന അത്ര അറ്റാച്ചുള്ള ഒരാൾ കണ്ണടച്ച എന്താ വരാൻ പോകുന്നത്? ഇതൊക്കെ തന്നെ വരുള്ളൂ. ഈ വസ്തുക്കളോടൊക്കെ മമത വെച്ച് ഇതിനോട് മോഹിച്ചിരിക്കുന്ന ഇതൊക്കെ വരുള്ളൂ. ഏത് മോഡൽ കാർ ഇങ്ങനെ ഇതൊക്കെയാണ് അവിടെ മനസ്സിൽ കൂടുതലുള്ള ബന്ധം. അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടൊന്നുമല്ല ഈ കാറ് ആ കാറ് ഈ കാറ് ആ കാറ് കാറ്. ഇതുപോലാണ് എല്ലാത്തിനോടും നമ്മുടെ മമത ഇരിക്കുന്നത്. മമത അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ തിരിച്ചുകൊണ്ട് വന്നു പരമാത്മാവിലേക്കാൻ പ്രയാസമാണ്. അത് ഓടിക്കൊണ്ടേയിരിക്കും. അതാണ് കലിയുഗത്തിൽ
2.5 സെക്കൻഡ് ഏകാഗ്രത കിട്ടിയ അത്രയും നല്ലതെന്ന് പറയും ഒരു പോയിന്റിൽ. ഇപ്പം ടി വിയുടെ മുമ്പിൽ ഇരിക്കുമായിരിക്കും, പക്ഷേ പരമാത്മാവ് ലയിച്ചിരിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പരമാത്മാവ് തന്നെ മനസ്സിൽ നിർത്തണമെങ്കിൽ അതിന് പരിശീലനം വളരെ ആവശ്യമാണ്. ആ തത്വങ്ങളും ഗ്രഹിക്കണം, അടിസ്ഥാന തത്വം ഗ്രഹിക്കണം. അപ്പം നമുക്ക് ഇത് ചെയ്യുമ്പോൾ ബോധത്തെ കൊണ്ടുവരാൻ സാധിക്കും.